ചെങ്കടൽ തീരമതിൽ തൻദാസൻ കേണതുപോ ചങ്കിനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 18-ാമത് വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന എന്നോട് അകന്നിരിക്കുന്നു എന്നുള്ള വചനമാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിനകത്ത് പലരുടെയും ആലോചനകൾക്ക് വളരെ പ്രാധാന്യതയുള്ളവരാണ്. നമ്മെ വഴി നടത്തുന്നവർ, നമ്മെ ഉപദേശിക്കുന്നവർ, നമ്മോട് കൂടെ നിത്യം സഹകരിക്കുന്ന ആളുകൾ, അവരുടെ വാക്കുകൾ, ഇതിനൊക്കെ നമ്മുടെ ജീവിതത്തിന്മേൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിയും എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവിടെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ കൂട്ടുകാരാരാണ്, നമ്മുടെ സഹപാഠികൾ ആരാണ്, നമുക്ക് ആലോചന പറഞ്ഞു തരുന്നത് ആരാണ്, ആരുടെ ആലോചനയ്ക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതം നാം മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്നിത്യാദി കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. 1-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ എടുത്തു പറയുന്ന പദമുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ നടക്കരുത്, പാപികളുടെ വഴിയിൽ നീ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നാം ഇരിക്കരുത് എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ നടക്കരുത്, നാം നടക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നാമും ദുഷ്ടത പ്രവർത്തിക്കുന്നവരായി തീരും. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക്, പതനത്തിന് കാരണമായി തീരുമെന്ന് തിരിച്ചറിഞ്ഞ് നാം ദുഷ്ടന്മാരുടെ ആലോചന വിട്ട് നന്മ ഉപദേശിക്കുന്നവരെ കേൾക്കുവാൻ, ആ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ തയ്യാറാവേണം എന്നുള്ളതായ വസ്തുതയാണ്. ശമൂവേലിന് എഴുതിയ 2-ാം പുസ്തകം 15-17 അധ്യായങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അബ്ശാലോമിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. സ്വന്തം പിതാവിനെ ചതിച്ച് അധികാരം കരസ്ഥമാക്കിയിരിക്കുന്ന അബ്ശാലോമിനോട് കൂടെ അഹീത്തോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അഹീത്തോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയുണ്ടായി. അബ്ശാലോമിനോട് ആലോചന പറഞ്ഞ 2 വ്യക്തികളെക്കുറിച്ചും 17-ാം അധ്യായത്തിലുണ്ട്. അഹീത്തോഫേലും അതേപോലെ തന്നെ ഹൂഷായിയും ആലോചന പറഞ്ഞു. അഹീത്തോഫേലിൻ്റെ ആലോചനയേക്കാൾ ഹൂഷായിയുടെ ആലോചന നല്ലതാണെന്ന് ചിന്തിച്ചതുകൊണ്ട് തനിക്ക് വലിയ തകർച്ച സംഭവിക്കപ്പെട്ടു എന്ന് രേഖപ്പെടുത്തുകയാണ്. നാം ആരുടെ ആലോചനയാണ് കേൾക്കുന്നത്? ദൈവത്തിൻ്റെ ആലോചനയാണോ മനുഷ്യൻ്റെ ആലോചനയാണോ?
ദുഷ്ടന്മാരുടെ ആലോചനയാണോ നീതിമാന്മാരുടെ ആലോചനയാണോ നമ്മെ നേരായ പാതയിലേക്ക് നടത്തുന്ന വഴികൾ നീതിമാന്മാരുടെ ഉപദേശമെന്ന് തിരിച്ചറിയുവാൻ നമ്മെ സമർപ്പിക്കാം. അതിന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകപ്പെടട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ, നീതിമാന്മാരുടെ ഉപദേശങ്ങൾ, ഭക്തന്മാരുടെ ഉപദേശങ്ങൾ, ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് നടക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.